VBS 2025 ഫൈനൽ ഡേ ആയിട്ട് ഇന്ന് കൊണ്ടാടുവാൻ സാധിച്ചു. എല്ലാ കുഞ്ഞുങ്ങളും വളരെ എനർജറ്റിക് ആയിട്ട് ഇന്ന് വ്യത്യസ്തതരം പ്രോഗ്രാംസ് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. നല്ലൊരു റാലി, ഒരു ഫ്ലോട്ട്, വ്യത്യസ്തതരം വേഷങ്ങൾ അണിഞ്ഞ കുട്ടികൾ റാലിയിൽ പങ്കാളികളായി. കുട്ടികൾക്ക് ഉള്ളിൽ ഒരു ചെറിയ മൂല്യങ്ങൾ അധിഷ്ഠിതമായ കുട്ടികളായി വളർന്നു വരുവാൻ അവരെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് VBSനായി മാത്രം കുട്ടികളെ അയച്ചാൽ പോരാ, ഇവരുടെ ഭാവി ജീവിതത്തിലും അത് ഏറ്റവും പ്രയോജനകരമായി മാറണം. പള്ളിയിൽ നിന്ന് വരുന്ന ഓരോ കുഞ്ഞും എത്ര മിടുക്കരായിട്ടുള്ളവരാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇതുപോലെ വളരുവാനായിട്ട് അതിനെല്ലാ സാഹചര്യങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് എടുത്ത് പ്രവർത്തിച്ചാൽ മാത്രം മതി. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റേറുതാ കിടക്കുന്ന ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റേറുതാ കിടക്കുന്ന ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കുന്ന ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കുന്ന ഗോലിയാത്ത്. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. കോട്ട ചുറ്റി നടന്നു, 7 വട്ടം നടന്നു. കോട്ട ചുറ്റി നടന്നു, 7 വട്ടം നടന്നു. 7 വട്ടം ഊതിയപ്പോൾ കോട്ട മതിൽ തകർന്നു.
എന്നും രാവിലെ കൃത്യം 8 മണിക്ക് തന്നെ ടീച്ചേഴ്സിൻ്റെ ഡിവോഷനോടുകൂടി BBS ആരംഭിക്കുന്നു. എല്ലാ ടീച്ചേഴ്സും വളരെ കൃത്യമായി നോട്ട്സൊക്കെയും പ്രിപ്പയർ ചെയ്ത് കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കുവാനൊക്കെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഡയറക്ടറായി പ്രവർത്തിച്ചിരിക്കുന്ന ജീതു നല്ല കൃത്യനിഷ്ഠയോടും ഊർജ്ജസ്വലതയോടും എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുകയും എല്ലാം നല്ല ഭംഗിയായി ചെയ്യുകയും ചെയ്തിരുന്നു. അച്ഛൻ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ആദ്യമേ നന്ദി അറിയിക്കട്ടെ. അച്ഛൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഡയറക്ടറിൻ്റെ ഒരേ ഒരു ബ്രദറാണ്. ഞാൻ വേറൊരു വഴിക്ക് പോകാൻ ഇറങ്ങിയതാണ്. 18 ദിവസമായിട്ട് ലീവിലാണ്. അപ്പോൾ ഇന്ന് പോയി ജോലിക്ക് കയറണം. ഞാൻ പാല മരിയൻ മെഡിക്കൽ സെൻ്ററിൽ എമർജൻസി ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ലീവ് എടുത്ത് BBSനൊക്കെ പോവുക. ഇതെൻ്റെ 10ാമത്തെ വർഷമാണ് മിനിസ്ട്രിയിൽ. ഏകദേശം 44ഓളം BBS ഇതുവരെ എടുക്കാൻ പറ്റി. ഇനി ഒരു BBSും കൂടെ കാണും എന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഇന്ന് കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ വന്ന് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ദൈവം എന്നെ ഒരുക്കി. ആ വലിയ കൃപയോർത്ത് ആദ്യമേ തന്നെ ദൈവത്തിന് നന്ദി പറയട്ടെ. പ്രശ്നസങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പുത്തൻ സാധ്യതകളെയും വെല്ലുവിളികളെയും ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഈ നിർണായക സന്ധ്യയിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെയും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ BBSൻ്റെ സമാപന ദിനമാണ്. സമാപന സന്ദേശം നൽകാനായിട്ട് എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സൂരജ് തോമസ് ചെറിയാൻ അച്ഛനാണ്. വിലങ്ങറ സെൻറ് തോമസ് മാർത്തോമ ഇടപെട്ട വികാരിയാണ്. കുഞ്ഞുങ്ങളോട് വളരെ നന്നായി സംവദിക്കുന്ന ആളാണ്. യേശു കർത്താവിൻ്റെ സന്ദേശത്തെ, പ്രത്യേകിച്ച് ഈ വർഷത്തെ BBSൻ്റെ സന്ദേശത്തെ കൃത്യമായിട്ട് അച്ഛൻ കുഞ്ഞുങ്ങളുമായി സംവദിച്ചു. അച്ഛനിൽ നിന്ന് നമുക്ക് കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകാൽ ഇങ്ങനൊരു അവസരം എനിക്ക് ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ ജോജി അച്ഛൻ ഈ ഒരു ക്ഷണം പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും സന്തോഷത്തോടു കൂടി വരുവാൻ ദൈവം വീണ്ടും എനിക്ക് ഈ ഒരു അവസരത്തെ ദൈവം നൽകി. പ്രത്യേകാൽ കുഞ്ഞുങ്ങൾ വളരെയധികം നല്ല റെസ്പോൺസീവായിട്ട് കാര്യങ്ങളൊക്കെ പറയുകയും പ്രത്യേകിച്ച് അവരുടെ ലീഡറിനെക്കുറിച്ച് പറയുമ്പം തന്നെ അവർക്ക് വളരെ സന്തോഷമാണ്. ജീതു ടീച്ചർ ഏറ്റവും ഭംഗിയായിട്ട് ആ ഒരു നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ആ ഫൈനൽ ഡേക്കും ഒന്ന് വരുവാനും സംബന്ധിക്കുവാനും, പ്രത്യേകിച്ച് ജീസസ് ദ ലൈഫ് ആർക്കിടെക്റ്റ് എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു തീമും നമ്മുടെ മലങ്കര മാർത്തോമ സുറിയാനി സഭയിലെ സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു തീം അവർക്ക് എടുക്കുവാനും ദൈവം അതിനിടയാക്കി. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഒരു തലമുറയെ വെച്ച് നോക്കുമ്പോൾ ഭാവി ജീവിതങ്ങൾ നമുക്കറിയാം, വാർത്തകളിലൂടെയൊക്കെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതായിട്ടുള്ളത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു അനുഭവങ്ങളാണ്. പ്രത്യേകിച്ച് അതിൻ്റെ മധ്യയിലും ഈ കാലഘട്ടത്തിൽ BBSൻ്റെ പ്രസക്തി വളരെ വലുതാണെന്നും അതോടൊപ്പം സൺഡേ സ്കൂളിൻ്റെ ഒരു സാന്നിധ്യം എത്രത്തോളം നമ്മുടെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു അനുഭവമാണെന്ന് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ BBSലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ തുടർന്നും ആ ഒരു നല്ല വിത്തുകളെ അവർക്ക് നൽകി കൊടുക്കുകയും തുടർന്നും മാതാപിതാക്കളിലൂടെ അത് ഏറ്റവും അധികമായി വളർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ദേശത്തും സമൂഹത്തും പോകുന്ന എല്ലാ ഇടങ്ങളിലും ദൈവത്തിൻ്റെ സാക്ഷികളായി ആ ഒരു വലിയ ദൈവിക സ്നേഹത്തെയും ആ കരുതലും അതോടൊപ്പം ആ ദൈവസമാധാനം അനേകർക്ക് അത് പകർന്നു നൽകി ആ ഒരു നല്ല സൃഷ്ടിതാവിൻ്റെ ഹിതം എന്തെന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു ബ്ലൂ പ്രിൻ്റ് എപ്രകാരം ദൈവം ഒരുക്കിയോ അതിനനുസരിച്ച് വേദോത്സവം മുറുകെ പിടിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളായി ആ ഒരു തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി തീരുവാനായിട്ടും തുടർന്നും നമ്മുടെ ഈ കൊട്ടാരക്കര ദേവാലയത്തിലും നമ്മുടെ എല്ലാ ദേവാലയങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന BBSനും പൂർത്തിയായ BBSകൾക്കും തുടർന്ന് ഇനിയും ആരംഭിക്കാൻ പോകുന്നതായിട്ടുള്ള സെക്കൻഡ് റൗണ്ടിലുള്ള എല്ലാ ദേവാലയങ്ങൾക്കും എല്ലാ പ്രാർത്ഥനകളും തുടർന്നും ആശംസകളും പ്രത്യേകിച്ച് ഈ ഒരു അവസരം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ആ ഉദ്ദേശത്തോടെയാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ഇത് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്നതായിരുന്നു BBS 2025 ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു BBS ന്യൂസാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. BBS ന്യൂസുമായിട്ട് നമ്മുടെ യുവപ്പിലെ ചേട്ടന്മാരും ചേച്ചിമാരും ഇവിടെ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ?
മലങ്കര മാർത്തോമ സഭയുടെ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ 2025 ഏപ്രിൽ മാസം 3-ാം തീയതി കൊട്ടാരക്കര മാർത്തോമ ഇടവകയുടെ VBS സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. 2025 ഏപ്രിൽ മാസം 1-ാം തീയതി കൊട്ടാരക്കര മാർത്തോമ ഇടവകയുടെ വെക്കേഷൻ ബൈബിൾ സ്കൂൾ ആരംഭിച്ചു. സ്കൂൾ സമാജത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്നല്ലോ. ഏറ്റവും സന്തോഷത്തോടെ ഈ കുഞ്ഞുങ്ങൾക്ക് സമ്മാനദാനങ്ങൾ നൽകുന്നതിനായി ക്ഷണിക്കാം. വളരെ ഭംഗിയായി അനുഗ്രഹീതമായി ഈ വർഷത്തെ VBS നടന്നു. കുഞ്ഞുങ്ങളെല്ലാം അതുണ്ടോ? ഒരു സ്പെഷ്യൽ ക്ലാസ് എല്ലാവർക്കും കൊടുക്കാൻ പോവാണ്. ഇവിടെ എന്തുമാത്രം പേരൻസാണ് വന്നിരിക്കുന്നതെന്ന് അറിയാമോ? ഇത്രയും പേരൻസ് ഇവിടെ വന്നിട്ട് ഒരു ക്ലാപ്പ് കൊടുക്കണ്ടേ? ഏത് ക്ലാപ്പാണ് കൊടുക്കുക? I pray for our dear Acha who kept such a great VBS for us and let us learn the word of God. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ വർഷത്തെ 2025 VBSൻ്റെ തീം ജീസസ് ദ ലൈഫ് ആർക്കിടെക്ട്, യേശു ജീവിതശില്പി എന്നായിരുന്നു. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഓരോ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലെ ദൈവത്തിൻ്റെ ഒരു വലിയൊരു പദ്ധതിയിലെ ഓരോ ഭാഗമാണ് നാം എന്നൊരു സന്ദേശം കുട്ടികളിൽ എത്തിക്കുക എന്നാണ് VBS 2025 ഞാൻ ഉദ്ദേശിച്ചത്.